നമസ്കാരം, ഏവർക്കും മിലു കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എഗ് ബിരിയാണിയാണ്. നമുക്ക് ചോറൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ വീട്ടിൽ ചിക്കനൊന്നും ഇല്ലെങ്കിൽ മുട്ടയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയാണിത്. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഇവിടെ ഒരു 3 കപ്പ് ബസ്മതി റൈസ് ഞാൻ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഞാനത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് വേവിച്ച് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അരി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അരി വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് അതിനുള്ള സാധനങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 പീസ് കറുവപ്പട്ട, ചെറിയ കറുവപ്പട്ട ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 2-3 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 3-4 ഗ്രാമ്പൂ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി നമ്മൾ എപ്പോഴും ഒരു പകുതി വേവിലാണ് ഊറ്റിയെടുക്കേണ്ടത്. അരി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ അരി വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. ഈ മുട്ട ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഈ മുട്ടയൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണയുടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കാനായിട്ടാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 4 പച്ചമുളക്. പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. സവാളയാണെങ്കിലും നന്നായിട്ട് മസാല വേണമെങ്കിൽ ഒരു 5-6 സവാള എടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് മസാല മതി എന്നുള്ളവർക്ക് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 സവാള ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. അതുകൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. എന്നാലാണ് നമ്മുടെ ആ മസാലയ്ക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിനി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള കുറച്ച് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊടികളെല്ലാം ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും. തക്കാളി വഴലുമ്പോഴത്തേന് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല,
ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ചിലപ്പോൾ അതൊന്നും കാണത്തില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി, പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഓൾറെഡി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, ചെറിയ പുളിയുള്ള തൈരാണേ, ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി, മുട്ട പൊടിയാതെ നോക്കണം, നന്നായിട്ടൊന്ന് ഇളക്കി ഇത് യോജിപ്പിക്കണം. മുട്ടയിൽ ഈ മസാലയൊക്കെ പിടിക്കത്തക്കവണ്ണം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണേ, ചൂടുവെള്ളം. ഇതിനി അടച്ചു വെച്ച് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് റെഡിയായി കഴിഞ്ഞു. എണ്ണയൊക്കെ മേളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് ചോറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, റൈസും മസാലയും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഈ മസാലയും മുട്ടയും എല്ലാം കൂടെ മാറ്റാം. ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഫ്രൈഡ് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 2 ഒനിയൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് കാഷ്നട്ട്, കിസ്മിസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചായിരുന്നു. അതെല്ലാം നമുക്കിപ്പം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യിലാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. നെയ്യില്ലെങ്കിൽ വിഷമിക്കേണ്ട, എണ്ണയിൽ ഫ്രൈ ചെയ്താലും മതി. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഓരോ സ്പൂണായിട്ട് മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ മുട്ട ഇപ്പം ഇടണ്ട, മസാല മാത്രം ഇട്ടാൽ മതി. മുട്ട ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട നമ്മൾ ഈ ഇളക്കുമ്പോഴൊക്കെ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് മുട്ട ഇപ്പം ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ മസാല ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും ചോറ് ഇട്ട് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇതൊന്നും ഇങ്ങനെ ഇട്ട് കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഒന്നിച്ച് വേണമെങ്കിൽ ഇളക്കി നമുക്ക് എടുക്കാവുന്നതാണ്. പെട്ടെന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാത്ത ചോറും നമ്മൾ ലെയർ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് സെയിം അതുപോലെ തന്നെ നമ്മൾ ഫ്രൈഡ് ഒനിയനും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ആ മസാലയും മുട്ടയും എല്ലാം കൂടെ നമ്മൾ ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാലൻസ് വന്ന ചോറും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. നമുക്ക് നമ്മുടെ കയ്യിലെ പഴയ ഒരു ദോശക്കല്ലുണ്ടെങ്കിൽ അത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ റൈസും ഇതും വെച്ച് നല്ലതായിട്ടൊന്ന് അടച്ച് വെക്കണം. നന്നായിട്ട് സ്റ്റീം വരണം. എന്നാലേ ആ മസാലയുടെ ആ ഒരു മണവും ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ റൈസിലോട്ട് പിടിക്കാനും ബാക്കി റൈസ് ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ വേണം തീ കൂട്ടിയിട്ട് ഒരു 2 മിനിറ്റ് തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല ആവിയൊക്കെ വന്ന് ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിനക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോട് തന്നെ ഇത് സെർവ് ചെയ്യാം. പെതുക്കെ തന്നെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ, കാരണം നമ്മൾ മുട്ട ഇട്ടുകൊണ്ട് മുട്ട പൊടിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. ഇത് നമുക്ക് ചൂടോട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.